മോഡുലസ് എൻകൗണ്ടർ. നമ്മൾ കൗണ്ടേഴ്സ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു നെയിമാണ് ഇനി മോഡുലസ് എൻകൗണ്ടർ അല്ലെങ്കിൽ മോഡ് കൗണ്ടർ എന്ന് പറയുന്നത്. മോഡുലസ് കൗണ്ടർ ഓർ സിംപ്ലി മോഡ് കൗണ്ടേഴ്സ് ആർ ഡിഫൈൻഡ് based on the number of states that the counter will sequence through before returning back to its original value. So in general, an n-bit counter is called as modulo n counter, where mode number is equal to 2 raised to n. For example, നമ്മൾ പറയാണ് ഒരു 2-bit counter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2-bit കൗണ്ടറിന്റെ മോഡ് വാല്യൂ എന്ന് പറയുന്നത് 2 raised to n ആണ്. അപ്പോൾ അതായത് 2 raised to 2, അതായത് 4 വരും. അപ്പോൾ മോഡ് 4 കൗണ്ടർ എന്ന് അതിനെ നമുക്ക് നെയിം ചെയ്യാം. ഈ മോഡ് 10 അസിൻക്രണസ് കൗണ്ടർ, അതായത് 0 മുതൽ 9 വരെ കൗണ്ട് ചെയ്യുന്നത്. ഇതിന് നമുക്ക് ഡീക്കേഡ് കൗണ്ടർ എന്നും കൂടി പറയാം. 10 വരെ കൗണ്ട് ചെയ്യുന്ന കൗണ്ടറിനെയാണ് നമ്മൾ മോഡ് 10 അസിൻക്രണസ് കൗണ്ടർ എന്ന് പറയുന്നത്. 10 സീക്വൻസ്, അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ, അങ്ങനെ ആകെ 10 കൗണ്ടിങ് സീക്വൻസ് ഉള്ള കൗണ്ടറിനെയാണ് നമ്മൾ അസിൻക്രണസ് കൗണ്ടറിനെയാണ് നമ്മൾ മോഡ് 10 കൗണ്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡീക്കേഡ് കൗണ്ടർ എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഒരു സ്റ്റേറ്റ് ഡയഗ്രവും ട്രൂത്ത് ടേബിളും ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അസിൻക്രണസ് കൗണ്ടറിന് സ്റ്റേറ്റ് ഡയഗ്രം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 0, 0, 0, 0. നമ്മൾ 10 വരെ 10 സീക്വൻസസ് കൗണ്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ 0 മുതൽ 9 വരെയുള്ള കൗണ്ടിങ് വരും. 9 വരെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബിറ്റ് വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ 0 റെപ്രസെന്റ് ചെയ്യുന്നത് 0, 0, 0, 0. നെക്സ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0, 0, 0, 1, 0, 0, 1, 0, 1, 1, 1, 0, 0, 1, 0, 1, 1, 1, 0, 1, 1, 1, 1, 0, 0, 0, 1, 0, 0, 1. അങ്ങനെ 9 വരെയുള്ളത് കൗണ്ട് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും റീസെറ്റ് ചെയ്ത് 0യിലേക്ക് പോകും. അതിൻ്റെ ഒരു ട്രൂത്ത് ടേബിളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെസിമൽ വാല്യൂ കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൗണ്ടർ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു സർക്യൂട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു, ഇതിൽ നമുക്ക് 9 വരെ കൗണ്ട് ചെയ്തതിന് ശേഷം വീണ്ടും റീസെറ്റ് ചെയ്ത് 0യിലേക്ക് പോകണം. അതായത് 4 ബിറ്റ് നമ്പർ നമ്മൾ ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യുമ്പം നമുക്ക് 1, 0, 0, 1 കഴിഞ്ഞാൽ പിന്നെയും 6 വാല്യൂസ് റെപ്രസെന്റ് ചെയ്യാം. 1, 0, 1, 0, 1, 0, 1, 1, അങ്ങനെ നമുക്ക് 10, 11, 12, 13, 14, 15 വരെയുള്ള നമ്പർ നമുക്ക് അതിനകത്ത് റെപ്രസെന്റ് ചെയ്യാം. പക്ഷേ ഈ നമ്പേഴ്സിനെ എല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ആണ് നമ്മൾ 0, 0, 0, 0യിലേക്ക് റീസെറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ട്രൂത്ത് ടേബിൾ പ്രകാരം ഈ 10 എന്ന് പറയുന്ന ക്ലോക്ക് കൗണ്ട് ശേഷം ഈ 9 റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ കംപ്ലീറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടും റീസെറ്റ് ചെയ്ത് 0യിലേക്ക് പോകണം. കൗണ്ടർ റിസൾട്ട് റീസെറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് ബാക്ക് ടു 0യിലേക്ക് റീസെറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു സർക്യൂട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഇപ്പോൾ റീസെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് QD, നമ്മൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് QA, QB, QC, QD യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ QAയും QDയും 1, 1 എന്ന് പറയുന്ന കണ്ടീഷനിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു റീസെറ്റ് പൾസ് ജനറേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ സർക്യൂട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൗണ്ടറിൽ നമ്മൾ എന്ത് ചെയ്തു, 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് 4 ബിറ്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പേഴ്സ്. അപ്പോൾ കൗണ്ടിങ് സീക്വൻസ് റെപ്രസെന്റ് ചെയ്യുന്ന 4 ബിറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തു. അപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഞാൻ JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആകുമ്പം അതിലെ ആദ്യത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഞാൻ എന്ത് ചെയ്തു, Jയും Kയും കൂടി ഷോർട്ട് ചെയ്ത് ഞാൻ +1ലേക്ക് കൊടുത്തു. VCC +5 വോൾട്ട്, അതായത് 1 പറയുന്ന സ്റ്റേറ്റിലേക്ക് കൊടുത്തു. അപ്പോഴാണ് നമുക്കത് എന്തായിട്ട് വരുന്നത്, ടോഗിൾ ചെയ്ത് ഇതിൻ്റെ Q ഔട്ട്പുട്ട് ടോഗിൾ ചെയ്ത് കിട്ടുക. എന്നിട്ട് ഞാൻ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ഇൻപുട്ടിലും ക്ലോക്ക് പൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആയിട്ടുള്ള രീതിക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതേപോലെ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ക്ലിയർ ഇൻപുട്ടും ഞാൻ ഷോർട്ട് ചെയ്ത് റീസെറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഇത് 1, 1 എന്ന് പറയുന്ന ഫസ്റ്റ് ഇനിഷ്യൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ക്ലോക്ക് ചേഞ്ച് ചെയ്യുമ്പോഴും ഇതിന്റെ Q ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടോഗിൾ ചെയ്യും. അപ്പോൾ ടോഗിൾ ചെയ്ത് ലാസ്റ്റ് 1, 0, 0, 1 എന്ന് പറയുന്ന കണ്ടീഷൻ വരുമ്പോൾ, അതായത് ഈ Q ഔട്ട്പുട്ടും ഈ ലാസ്റ്റിന്റെ Q ഔട്ട്പുട്ടും 1, 1 എന്ന് പറയുന്ന കണ്ടീഷനിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം,
അത് 9 വരെ കൗണ്ട് ചെയ്താൽ മതി. അതിനുശേഷം 10 ആവുമ്പോൾ റീസെറ്റ് ചെയ്ത് 0യിലേക്ക് പോയി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണം കൗണ്ടിങ് സീക്വൻസ്. അപ്പൊ എന്താ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ക്യൂ ഔട്ട്പുട്ടും ഈ ബിറ്റിന്റെ ക്യൂ ഔട്ട്പുട്ടും കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ ക്ലോക്കും കൂടി ചേർത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു നാൻഡ് ഗേറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്തു. അപ്പൊ ഇവിടെ ഈ രണ്ടിതും ക്ലോക്ക് പൾസും 1 ആകുന്ന കണ്ടീഷനിൽ എന്ത് സംഭവിക്കും, ഇതിന്റെ ഔട്ട്പുട്ട് ഒരു 3 മണ്ണാകുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് ഒരു 0 ജനറേറ്റ് ചെയ്യും. ഇവിടെ ഒരു 0 ജനറേറ്റ് ചെയ്യുമ്പോൾ ആ 0യെ ഞാൻ എടുത്ത് ഫീഡ്ബാക്ക് ചെയ്ത് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ക്ലിയർ ഇൻപുട്ടിലേക്ക് കൊടുത്തു. അപ്പൊ ഇതെന്ത് ചെയ്യും, ഈ കംപ്ലീറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ ഔട്ട്പുട്ട് 0യിലേക്ക് റീസെറ്റ് ചെയ്യും. അപ്പൊ ഔട്ട്പുട്ട് 9 കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് എല്ലാം റീസെറ്റ് ചെയ്ത് വീണ്ടും കൗണ്ടിങ് സീക്വൻസ് ആദ്യത്തെ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ മോഡ് 10 അസിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നത്. ഇനി അതിന്റെ ഒരു വേവ് ഫോം നോക്കാം, ടൈമിംഗ് ഡയഗ്രം നോക്കാം. അപ്പൊ ഞാനിത് കണ്ടിന്യൂസ് ക്ലോക്ക് പ്രൊവൈഡ് ചെയ്തു. ആ ക്ലോക്കില് നെഗറ്റീവ് എഡ്ജിലാണ് ഇത് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പും ട്രിഗർ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ നെഗറ്റീവ് എഡ്ജിൽ QA എന്ന് പറയുന്നത് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ ടോഗിൾ ചെയ്തു, 1 ആയിരുന്നെങ്കിൽ 0യിലേക്ക് പോയി. ഇനി അടുത്ത ക്ലോക്കിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലോക്കിന്റെ എഡ്ജിൽ എന്ന് പറയുന്നത് 0യിൽ നിന്ന് 1ലേക്ക് പോയി, വീണ്ടും 1ൽ നിന്ന് 0. അങ്ങനെ ഓരോ ക്ലോക്കിന്റെ നെഗറ്റീവ് എഡ്ജിലും ഇതിന്റെ ഔട്ട്പുട്ട് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മൾ പറഞ്ഞു അസിൻക്രണസ് കൗണ്ടറിൽ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്, ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്യൂ ഔട്ട്പുട്ട് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ക്യൂ ഔട്ട്പുട്ട് ആണ് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ബി എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പൊ അതിന്റെ നെഗറ്റീവ് എഡ്ജിലായിരിക്കും ഇത് ട്രിഗർ ചെയ്യുക. അപ്പൊ ഇതൊരു 0യും 1ഉം കഴിഞ്ഞ് 1 സ്റ്റേറ്റിൽ നിന്ന് 0യിലേക്ക് ഈ പൾസ് QA എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ QBയുടെ ഔട്ട്പുട്ട് 1 ആയിട്ട് ടോഗിൾ ചെയ്യും, 1 കണ്ടീഷനിലേക്ക് പോകും. ഇനി ഈ QBയുടെ ഔട്ട്പുട്ടാണ് Q ഔട്ട്പുട്ടാണ് നമ്മൾ QCയിലേക്ക് ക്ലോക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് 1ൽ നിന്ന് 0യിലേക്ക് റീസെറ്റ് ചെയ്യുന്ന സമയത്താണ് അത് എന്താ ചെയ്യുക, QC എന്ന് പറയുന്നത് 0യിൽ നിന്ന് ഹൈയിലേക്ക് പോവുക. വീണ്ടും QCന്റെ നെഗറ്റീവ് ട്രെയിലിംഗ് എഡ്ജ് ആണ് QDയെ ട്രൈൽ ചെയ്യുന്നത്. അപ്പൊ ഈ കണ്ടീഷനിലേക്ക് വരും. അപ്പൊ നമ്മളിത് കൗണ്ടിങ് സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ 0 0 0 0 0 0 0 1 0 0 1 0 0 0 1 1 പിന്നെ 0 1 0 0 0 1 0 1, അതായത് 1 0 1 എന്ന് പറയുന്ന കണ്ടീഷൻ. അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്ത് ഇത് ഏത് സ്റ്റേറ്റിലേക്ക് എത്തും, 1 0 0 1 എന്ന് പറയുന്ന സ്റ്റേറ്റിലെത്തും. അതായത് 9 എണ്ണം നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ 9 എന്ന് പറയുന്ന കൗണ്ടിങ് എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് എന്താണ് അവിടുത്തെ ഇതിന്റെ കണ്ടിന്യൂസ് സീക്വൻസ് ഏതാണ്, 10 ആണ്. 1 0 1 0 എന്നുള്ള കൗണ്ടിങ് സീക്വൻസ്. അപ്പൊ 9 എത്തിക്കഴിയുമ്പോൾ എന്താണ്, ഇതും ഹൈ ആയി, ഈ QDയും ഹൈ ആയി. പിന്നെ ക്ലോക്ക് പൾസ് നമ്മളുടെ അതിന്റെ എഡ്ജ് എത്തുമ്പോഴത്തേക്കും 1ലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 3 ക്ലോക്ക് പൾസും കൂടി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ആ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0യിലേക്ക് പോകും. 0യിലേക്ക് ആ റീസെറ്റ് പൾസിനെ നമ്മളിവിടെ ഫീഡ്ബാക്ക് ചെയ്ത് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും കൊടുക്കുമ്പോൾ നമ്മുടെ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0യിലേക്ക് റീസെറ്റ് ചെയ്തു. അതാണ് കാണിക്കുന്നത്. ഇതും എല്ലാം 0യിലേക്ക് വന്നു. ഇത് വീണ്ടും നമ്മുടെ കൗണ്ടിങ് സീക്വൻസ് 0 0 0 1 എന്ന് പറഞ്ഞ് ഓരോ ക്ലോക്കിന്റെ നെഗറ്റീവ് എഡ്ജിലും സ്റ്റാർട്ട് ചെയ്തു പോകും. അപ്പൊ ഈ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന കൗണ്ടറിനെയാണ്, അസിൻക്രണസ് കൗണ്ടറിനെയാണ് നമ്മൾ ഡീക്കേഡ് കൗണ്ടർ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ മോഡ് 10 അസിൻക്രണസ് കൗണ്ടർ എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് asynchronous counter counts upward on each trailing edge of the input clock starting from 0 0 0 0 until it reaches an output of 1 0 0 1. അപ്പോൾ ഡെസിമൽ 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് റീസെറ്റ് ചെയ്ത് ഈ 7410 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റ് IC അതിനെ റീസെറ്റ് പൾസ് ജനറേറ്റ് ചെയ്യും 0. ആ റീസെറ്റ് പൾസ് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനെയും 0 സ്റ്റേറ്റിലേക്ക് റീസെറ്റ് ചെയ്യും. അപ്പൊ അതാണ് ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സിൻക്രണസ് കൗണ്ടർ നോക്കാം. മോഡ് 8 സിൻക്രണസ് അപ്പ് കൗണ്ടർ. അതിന്റെ ഡിസൈനാണ് ഇത്. നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച് തന്നെയാണ് നമ്മൾ ഇതിലും കൗണ്ടർ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്.
ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സ്റ്റെപ്സ്, ഏതൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ്. അപ്പൊ നമ്മൾ പറയുകയാണ് മോഡ് 8 എന്ന് പറയുന്ന ഒരു കൗണ്ടറാണ് ഡിസൈൻ ചെയ്യേണ്ടത്. മോഡ് 8 എന്ന് പറയുന്നത് ആകെ കൗണ്ടിങ് സീക്വൻസ് ആണ് 8 എടുത്തത്. അപ്പൊ ആകെ 8 കൗണ്ടിങ് സീക്വൻസ് വരുമ്പോഴത്തേക്ക് എത്ര ബിറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 0 മുതൽ 7 വരെയുള്ള കൗണ്ടിങ് ആണ് നമ്മൾ 8 കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 ബിറ്റിൽ അത് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് 3 ആണ്. നമ്പർ ഓഫ് ബിറ്റ്സ് 3 ആവുമ്പോൾ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നതും 3 ആയിരിക്കും. അപ്പൊ ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എണ്ണം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണ്ടത്? 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് മതി. എന്നിട്ട് എന്ത് ചെയ്യണം? ഡ്രോ ദ സ്റ്റേറ്റ് ഡയഗ്രാം. ഇനി നമുക്ക് എങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടതെന്നുള്ള സീക്വൻസ് നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം, ഓരോ സ്റ്റേറ്റും ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ഡയഗ്രത്തിൽ മെൻഷൻ ചെയ്യണം. പിന്നെ അങ്ങനെ മെൻഷൻ ചെയ്ത് സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ആ സ്റ്റേറ്റ് ഡയഗ്രാം വെച്ചിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചാണോ കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് എന്ന് തീരുമാനിക്കണം. ഡി ആണോ, ടി ആണോ, ജെ കെ ആണോ? അപ്പൊ ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ നമ്മൾ കളക്ട് ചെയ്യുക. ആ എക്സൈറ്റേഷൻ ടേബിളിൽ എങ്ങനെയാണോ 0001 1011 എന്നുള്ള കോമ്പിനേഷനിൽ ചേഞ്ചസ് വരുത്തുന്നത്, ആ ചേഞ്ചസ് നമ്മൾ നമ്മളുടെ ട്രൂത്ത് ടേബിളിലേക്ക് ആഡ് ചെയ്യുക. ഒബ്റ്റെയിൻ ദ മിനിമൽ എക്സ്പ്രഷൻ. നമ്മൾ കെ മാപ്പ് യൂസ് ചെയ്ത് ആ ട്രൂത്ത് ടേബിൾ നമ്മൾ മിനിമൈസ് ചെയ്ത് നമ്മളുടെ ജെ ഇൻപുട്ടിനും കെ ഇൻപുട്ടിനും കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള സർക്യൂട്ട് ഡിസൈൻ ചെയ്യുക. obtain the minimal expression, draw the logic diagram based on the minimal expression. അങ്ങനെ നമുക്ക് ഏറ്റവും മിനിമൽ എക്സ്പ്രഷൻ വെച്ചിട്ടുള്ള ലോജിക് ഡയഗ്രാം കിട്ടും. അത് കഴിഞ്ഞിട്ട് അതേപോലെ സർക്യൂട്ട് കണക്ട് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, റിസൾട്ട് അച്ചീവ് ചെയ്യുക. മോഡ് 8 കൗണ്ടർ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ സ്റ്റേറ്റ് ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. എത്രയാ? 8 സെക്കൻഡ്സ്, അതായത് 0 മുതൽ 7 വരെ. അപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്നത് 000, 001, 1011, 100, 101, 110, 111 എന്നവരെയുള്ള കൗണ്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് 0യിലേക്ക് റീസെറ്റ് ചെയ്ത് പോകും. ബാക്കി കൗണ്ടിങ് സീക്വൻസ് റിപ്പീറ്റ് ചെയ്യും. ഇനി ഈ സ്റ്റേറ്റ് ഡയഗ്രാം കിട്ടി. ഇനി എന്താ നമ്മൾക്ക് സെലക്ട് ചെയ്യാനുള്ളത്? നമ്മളുടെ എക്സൈറ്റേഷൻ ടേബിൾ. നമ്മൾ ജെ കെ വെച്ചാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ജെ കെയുടെ എക്സൈറ്റേഷൻ ടേബിൾ ആണ് കാണിക്കുന്നത്. ആ ടേബിളിൽ നമ്മൾ ഇനി നോക്കുന്നത് എന്താണ്? നമ്മളൊരു കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പം ഈ കൗണ്ടർ ഡിസൈൻ ഏതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുത്തണം? ഇതിൽ നമ്മൾ ആദ്യം കൗണ്ട് ചെയ്ത് 0 ആണ് വന്നത്. അപ്പ് കൗണ്ടിങ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പ് കൗണ്ടിങ് ആകുമ്പോൾ 0 കഴിഞ്ഞാൽ നെക്സ്റ്റ് 1 വരും, 10 വരും. ഈ രീതിയിൽ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ പ്രീവിയസിൽ നിന്ന് പ്രസന്റ് ഇൻപുട്ട് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാണ് നമ്മളിവിടെ എക്സൈറ്റേഷൻ ടേബിളിൽ മാർക്ക് ചെയ്യുക. പ്രസന്റ് സ്റ്റേറ്റിൽ എന്താണോ, ഇപ്പൊ ഇനിഷ്യലി 000 ആണെങ്കിൽ പ്രസന്റ് സ്റ്റേറ്റ് 000 ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. ഇപ്പൊ 0യിൽ നിന്ന് അടുത്ത 0യിലേക്ക് ചേഞ്ച് ചെയ്യും. പിന്നെ 01, 10, 11 ഈ 4 കോമ്പിനേഷൻ ചേഞ്ചസ് വരാം. ആ ചേഞ്ചസിനനുസരിച്ച് ജെ എന്തായിരിക്കും, കെ എന്തായിരിക്കും എന്നാണ് ഈ എക്സൈറ്റേഷൻ ടേബിളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ട്രൂത്ത് ടേബിൾ കംപ്ലീറ്റ് എക്സൈറ്റേഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ 3 ബിറ്റിന്റെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 ബിറ്റ് ആകുമ്പോഴത്തേക്കും ആ പ്രസന്റ് സ്റ്റേറ്റിൽ Q3, Q2, Q1 ഏത് സ്റ്റാറ്റസിലിരിക്കും എന്ന് മാർക്ക് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റേറ്റ് വരുമ്പം Q3, Q1, Q2 എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലേക്ക് പോകും എന്നുള്ളത് മാർക്ക് ചെയ്യുക. അപ്പൊ ആദ്യം 000 ആണെങ്കിൽ അതിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്? 001. ആ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ട്രൂത്ത് ടേബിൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യണം? ജെയും കെയും എങ്ങനെയാണ് കമ്പൈൻ ചെയ്യേണ്ടത്? ജെയിലേക്ക് കെയിലേക്കും എന്ത് ഇൻപുട്ടാണ് കൊടുക്കേണ്ടതെന്ന് നമ്മളിത് കെ മാപ്പ് വെച്ച് ഡിസൈൻ ചെയ്യുക. J3ക്ക് ഡിസൈൻ ചെയ്യുക, K3ക്ക് ഡിസൈൻ ചെയ്യുക, J2ന്, K2ന്, J1ന്, K1ന് നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പൊ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യത്തെ ഇൻപുട്ട്, ആദ്യത്തെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഹൈ ആണ്. രണ്ടും ഷോർട്ട് ചെയ്തിട്ട് 1ലേക്കാണ് കൊടുക്കേണ്ടതെന്ന് അറിയാം. അപ്പൊ ബാക്കിയുള്ള J3യും J2വും K3യും K2വും മാത്രം നമ്മൾ ഡിസൈൻ ചെയ്യുക. J1, K1 എന്ന് പറയുന്നത് 1 ആണ്. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഇനി നമ്മൾ J3യും K3യും എന്താണെന്ന് നോക്കാം. അപ്പൊ J3യുടെ ട്രൂത്ത് ടേബിൾ എന്തായിരുന്നു? 000,
ഒരു 1 കഴിഞ്ഞ് ബാക്കിയെല്ലാം XX എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡോണ്ട് കെയർ കണ്ടീഷനാണ്. നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിളിൽ നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? പ്രസന്റ് സ്റ്റേറ്റ് 0ഉം നെക്സ്റ്റ് സ്റ്റേറ്റ് 0ഉം ആണെങ്കിൽ JKയുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് 0ഉം ഡോണ്ട് കെയർ കണ്ടീഷനുമാണ്. നമ്മളിപ്പം K-മാപ്പ് വെച്ച് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് ആണ് നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി 0-1 ആണെങ്കിൽ പ്രസന്റ് സ്റ്റേറ്റ് 0ഉം നെക്സ്റ്റ് സ്റ്റേറ്റ് 1ഉം ആണെങ്കിൽ Jയുടെ വാല്യൂ 1 ആയിരിക്കണം, Kയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡോണ്ട് കെയർ കണ്ടീഷൻ ആയിരിക്കണം. അതേപോലെ പ്രസന്റ് സ്റ്റേറ്റ് 1ഉം നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആണെങ്കിൽ Jയുടെ വാല്യൂ ഡോണ്ട് കെയറും Kയുടെ വാല്യൂ 1 എന്ന് പറയുന്ന കണ്ടീഷനിൽ J ഡോണ്ട് കെയറും K 0ഉം ആയിരിക്കണം. അപ്പൊ ഈ ഇതനുസരിച്ച് വേണം നമ്മൾ K-മാപ്പിനകത്ത് വാല്യൂസ് പ്ലേസ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന എക്സൈറ്റേഷൻ ടേബിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇനി അതിനെ റെഡ്യൂസ് ചെയ്യാൻ പോവാണ് ഓരോന്നിനു വേണ്ടിയിട്ടും. J3ക്കുള്ള വാല്യൂ നമ്മൾ പ്ലേസ് ചെയ്തു. J3യുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ആ ടേബിളിനകത്ത് നിന്ന് കിട്ടിയപ്പോൾ 0 0 0, അതായത് 0 1 2 എന്ന് പറയുന്ന 3 കണ്ടീഷനും 0 ആയിരുന്നു. 3 എന്ന് പറയുന്ന കണ്ടീഷൻ 1 ആയിട്ട് വന്നു. ബാക്കിയെല്ലാം ഡോണ്ട് കെയർ കണ്ടീഷൻ ആയിട്ട് കൊടുത്തു. ഇനി ഇതിൽ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പോകുന്നത് 1ഉം Xഉം കൂടി നമ്മൾ ക്ലബ് ചെയ്യും. നമ്മൾക്കറിയാം ഒരു ഡോണ്ട് കെയർ കണ്ടീഷൻ ഒരു 1ന് നിയർ ബൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ ആ 1ന്റെ കൂടെ ക്ലബ് ചെയ്ത് നമുക്ക് വേരിയബിളിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഡോണ്ട് കെയർ കണ്ടീഷനും 1ഉം കൂടി ചേർത്ത് ക്ലബ് ചെയ്തു, ഒരു പെയർ ഫോം ചെയ്തു. ഒരു പെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേരിയബിൾ അതിൽ നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇപ്പൊ Q3 Q2 Q1ൽ നിന്ന് ഏതാണ് പോകുന്നതെന്ന് നോക്കുക. താഴേക്കാണ് നമ്മൾ ക്ലബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ Q3 എന്ന് പറയുന്നത് 0ൽ നിന്ന് 1ലേക്ക് ചേഞ്ച് ചെയ്തു പോകും. അപ്പൊ ഞാൻ Q3നെ എലിമിനേറ്റ് ചെയ്തു. Q2ഉം Q1ഉം ഇവിടെ 1 1 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. അത് ഇവിടെയും കോൺസ്റ്റന്റ് ആയിട്ടാണ്, വേരി ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് Q2 Q1 എന്നുള്ളതാണ് J3യുടെ വാല്യൂ ആയിട്ട് ഞാൻ റെഡ്യൂസ് ചെയ്തെടുത്തത്. J3 = Q2 × Q1. അതേപോലെ നമ്മൾ K3യുടെ മാപ്പ് നോക്കിക്കഴിഞ്ഞാലും K3യുടെ വാല്യൂ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് 0 1 2 3 എല്ലാം ഡോണ്ട് കെയർ കണ്ടീഷൻ ആയിട്ടാണ് വരുന്നത്. ഈ വാല്യൂ 7 എന്ന് പറയുന്ന വാല്യൂ മാത്രമാണ് ഹൈ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം പ്ലേസ് ചെയ്തു. ബാക്കി 4ഉം 5ഉം 6ഉം 0 ആണ്. ഇത് ഇവിടെ ഞാനൊരു പെയറാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഡോണ്ട് കെയർ കണ്ടീഷൻ ഈ 1ന്റെ കൂടെ ചേർത്ത് ക്ലബ് ചെയ്ത് ഒരു പെയർ ഫോം ചെയ്തു. അപ്പൊ എനിക്ക് എലിമിനേറ്റ് ആവുന്നത് ഒരു വേരിയബിൾ ആണ്. ആ വേരിയബിൾ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ ചേഞ്ച് ചെയ്യുന്ന Q3 ആണ്. അത് 0ൽ നിന്ന് 1ലേക്ക് ചേഞ്ച് ചെയ്തു, അതിനെ എലിമിനേറ്റ് ചെയ്തു. ബാക്കിയുള്ളത് Q2 Q1. അപ്പൊ ഇത് രണ്ടും നോക്കുമ്പോൾ J3യും K3യും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് Q2ഉം Q1ഉം കൂടി ആഡ് ചെയ്താൽ, Q2 × Q1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് K3യുടെയും J3യുടെയും വാല്യൂ എടുക്കാൻ പറ്റും. ഇനി അടുത്ത കോമ്പിനേഷൻ നോക്കുന്നത് J2ഉം K2ഉം എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ആ വാല്യൂസ് ഞാൻ ഇതിനകത്തേക്ക് ട്രൂത്ത് ടേബിളിൽ നിന്ന് പ്ലേസ് ചെയ്തു. ആ വാല്യൂ പ്ലേസ് ചെയ്യുമ്പോൾ എനിക്ക് 0ലും 4ഉം മിൻ ടേംസ് 0യും 4ഉം എനിക്ക് 0 ആയിട്ട് കിട്ടി. ബാക്കിയുള്ളത് 1ഉം 5ഉം 1 എന്നുള്ള വാല്യൂ ആയിട്ട് കിട്ടി. ബാക്കി 4ഉം ഡോണ്ട് കെയർ കണ്ടീഷനാണ്. അപ്പോൾ ഈ നിയർ ബൈ ഡോണ്ട് കെയർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ 1ന്റെ കൂടെ ഞാൻ ക്ലബ് ചെയ്ത് ഒരു കോഡ് ഫോം ചെയ്തു. അതായത് 4 1ന്റെ ഒരു കോമ്പിനേഷൻ കോഡ് ഫോം ചെയ്തു. കോഡ് ഫോം ചെയ്യുമ്പോൾ എനിക്ക് 2 വേരിയബിൾ എലിമിനേറ്റഡ് ആകും. ആ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിൽ Q3 0ൽ നിന്ന് 1 ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതിനെ ഞാൻ എലിമിനേറ്റ് ചെയ്തു. ഇനി റൈറ്റ് സൈഡിലേക്കുള്ള ചേഞ്ചിൽ 0-1ൽ നിന്ന് 1-1ലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഈ ഫസ്റ്റ് വേരിയബിൾ എന്ന് പറയുന്നത് Q2 0ൽ നിന്ന് 1ലേക്ക് ചേഞ്ച് ചെയ്തു. അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. Q1 എന്ന് പറയുന്നത് ഇവിടെയും 1 ആണ്, Q2 എന്ന് പറയുന്നത് ഇവിടെയും 1 ആണ്. അപ്പോൾ ഞാൻ ഈ Q1 എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, ഇവിടെയും 1 തന്നെയായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ Q1 ഔട്ട്പുട്ടിലേക്ക് എടുത്തു. അപ്പോൾ J2 = Q1 എഴുതി. അതേപോലെ ഞാൻ K2ന്റെ K-മാപ്പ് റെഡ്യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് ഈ 3ഉം 7ഉം 1 ആയിട്ട് കിട്ടി. ബാക്കി 0യും 1ഉം 4ഉം 5ഉം ഡോണ്ട് കെയർ കണ്ടീഷനാണ്. 2ഉം 6ഉം 0 എന്നുള്ള വാല്യൂ ആണ്. ആ വാല്യൂ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇതിനകത്ത് ഈ 2 ഡോണ്ട് കെയർ കണ്ടീഷൻ 1ന്റെ ചേർത്ത് ക്ലബ് ചെയ്തു, ഒരു കോഡ് ഫോം ചെയ്തു. ഒരു കോഡ് ഫോം ചെയ്തപ്പോൾ ഇവിടെ എനിക്ക് 2 വേരിയബിൾ എലിമിനേറ്റഡ് ആകും. ആ വേരിയബിൾ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ Q3 വേരി ചെയ്തു, Q3നെ ഞാൻ എലിമിനേറ്റ് ചെയ്തു. ഈ ഡയറക്ഷനിൽ
01-ൽ നിന്ന് 11. ഇവിടെ കിട്ടിയ അതേ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇവിടെയും എനിക്ക് Q2 എന്ന് പറയുന്നത് എലിമിനേറ്റഡ് ആകും, Q1 മാത്രം ബാക്കി വെക്കും. അപ്പോൾ K2 എന്ന് പറഞ്ഞാൽ Q1. അപ്പോൾ J2ഉം K2ഉം കിട്ടണമെങ്കിൽ Q1 നേരെ അതിലേക്ക് കൊടുത്താൽ മതി. ഇനി നമുക്ക് സർക്യൂട്ടിലേക്ക് നോക്കാം. സർക്യൂട്ടിൽ മോഡേറ്റ് കൗണ്ടറിന്റെ സർക്യൂട്ട് പറയുമ്പോഴത്തേക്കും നമ്മൾ 3 JK ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ജെയും കെയും എന്ന് പറയുന്നത് ഞാൻ ഷോർട്ട് ചെയ്ത് ഹൈയിലേക്ക് കൊടുത്തു. അതായത് 1 സ്റ്റേറ്റിലേക്ക് 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 1 വോൾട്ട് ഇവിടേക്ക് 1 സ്റ്റേറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കും. അപ്പോൾ 1 ഇതിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ എന്തായിരുന്നു? ജെയും കെയും എന്ന് പറയുന്നത് Q ആയിരുന്നു. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ Q ഔട്ട്പുട്ടാണ് നമ്മളുടെ അടുത്ത ജെയും കെയിലേക്ക് കൊടുത്തിരുന്നത്, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുത്തിരുന്നത്. അങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഷോർട്ട് ചെയ്തിട്ട് ഞാൻ ഈ Q ഔട്ട്പുട്ട് അതിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ അടുത്ത് വന്നത് എന്തായിരുന്നു? ഈ Q ഔട്ട്പുട്ടും രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ Q ഔട്ടും കൂടി ആൻഡ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ജെയും കെയും ഇൻപുട്ട് എന്നാണ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് K-മാപ്പ് വെച്ച് റെഡ്യൂസ് ചെയ്ത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇയും ജെയും കെയും കൂടി ഷോർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു ആൻഡ് ഗേറ്റ് ഇവിടെ യൂസ് ചെയ്തു. ആ ആൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ Q ഔട്ടും മറ്റേ ഇൻപുട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ Q ഔട്ടും കൂടി ആൻഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് ഈ ബിറ്റ് ലീസ്റ്റ് ബിറ്റ്, സെക്കൻഡ് ബിറ്റും ഇത് തേർഡ് ബിറ്റും എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്ത് വരുന്നത് നമ്മളുടെ ഒരു മോഡ് 8 കൗണ്ടറായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്.